മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഭരണപരിഷ്കാരങ്ങളിൽ ആദ്യത്തേതായിരുന്നു സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റ് എന്നും തുറന്നിടുമെന്നത്. പരിഷ്കാരത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി പരിശോധിച്ചാൽ ഗേറ്റ് തുറന്ന് 20 ദിവസം മാത്രം പിന്നിട്ടിട്ടും ഗേറ്റ് തുറന്നു കിടന്നത് വിരലിൽ എണ്ണാവുന്ന ദിവസമാണ്. കോൺഗ്രസ് മുഖ്യമന്ത്രിയായി മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്ന വി.ഡി. സതീശൻ അധികാരമേറ്റപ്പോൾ എടുത്ത സുപ്രധാന തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റ് തുറന്നിടുക എന്നത്. ആഘോഷമായി തുറന്ന ഗേറ്റിലൂടെ മുഖ്യമന്ത്രി തന്നെ ആദ്യം ഔദ്യോഗിക വാഹനത്തിൽ പുറത്തേക്ക് പോവുകയും ചെയ്തു. സമരമെത്തുമ്പോൾ മാത്രമായിരിക്കും ഗേറ്റ് അടയ്ക്കുക എന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. ഏറ്റവും സ്വീകാര്യത ലഭിച്ച തീരുമാനത്തിനും പ്രഖ്യാപനത്തിനും ഒടുവിൽ സമര ഗേറ്റിന്റെ സ്ഥിതി പഴയതു തന്നെ. മുമ്പത്തേതുപോലെ തന്നെ ഗേറ്റ് അടച്ച് 2 നിര ബാരിക്കേഡ് വെച്ച് കയറിട്ട് ബന്ധിച്ചിട്ട് ആഴ്ചകൾ പിന്നിടുന്നു. ഗേറ്റ് തുറന്ന മെയ് 19-ാം തീയതിക്ക് അടുത്ത ദിവസം SFI നടത്തിയ സമരത്തിന് ശേഷം ഗേറ്റ് വീണ്ടും പൂട്ടി. തുടർച്ചയായ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ കാരണങ്ങളാലാണ് പിണറായി സർക്കാർ 10 വർഷം ഗേറ്റ് പൂട്ടിയതെങ്കിൽ അതേ കാരണം തന്നെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇപ്പോഴും പറയുന്നത്. സമരമെത്തുമ്പോൾ മാത്രം ഗേറ്റ് അടയ്ക്കുമെന്നും അല്ലാത്തപ്പോൾ പൊതുജനങ്ങൾക്കായി തുറന്നിടും എന്നുമുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ആദ്യ പരിഷ്കരണത്തിനാണ് ഇതോടെ പൂട്ടുവീണിരിക്കുന്നത്. സമര ഗേറ്റ് എന്നും സമര ഗേറ്റ് തന്നെ, അതിങ്ങനെ അടഞ്ഞു തന്നെ കിടക്കും. അതാണ് അതിൻ്റെ ഒരു ഇത്. ക്യാമറാമാൻ അഭിരാമിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.